ഒരു കട സീൽ ചെയ്താൽ അതിന്റെ അകത്തുള്ള പിള്ളേരെ വെച്ച് തീർക്കും. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് പോയി തീ അണയ്ക്കാം. ഇതിന്റെ അടിയിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പെട്രോൾ ഇരിക്കും. അതെ, നടപടികൾ പൂർത്തീകരിച്ചിട്ടായിരിക്കും തിരിച്ചു പോകും. കടകളിൽ സാധനങ്ങൾ മാറ്റാനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കൊടുത്തതാണ്. ഏകദേശം 1.5 മാസം മുന്നേ നമ്മൾ നോട്ടീസ് കൊടുത്തതാണ്. അപ്പോൾ ഇനിയും നമ്മൾ മാനുഷിക പരിഗണന വെച്ചിട്ട് ഇപ്പോൾ മാറ്റണം എന്ന താല്പര്യമുള്ളവർക്ക് മാറ്റാം ഉള്ള സാവകാശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പെരിഷബിൾ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ മാറ്റാവുന്നതാണ്. ഇനി അതല്ല, നശിച്ചു പോകാത്ത സാധനങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത ദിവസങ്ങളിൽ തൊട്ടടുത്ത ദിവസം തന്നെ വേണമെങ്കിൽ ആപ്ലിക്കേഷൻ തന്ന് ഈ സാധനങ്ങൾ മാറ്റാവുന്നതാണ്. വീടുകളൊന്നും തന്നെ നമ്മൾ ഒഴിപ്പിക്കുന്നില്ല. വീടുകളിൽ അവർക്ക് തുടർന്ന് താമസിക്കാവുന്നതാണ്. കക്കാലും പൊച്ചിക്കാലും പോയിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇറക്കുന്ന ഒരു പ്രശ്നമില്ല. അതിനാ ഇല്ലാത്ത കയ്യേറ്റം ഉള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 തലമുറകളായിട്ട് നിലയുള്ള കെട്ടിടങ്ങൾ 5 സ്റ്റാർ സ്റ്റെർലിംഗും മഹേന്ദ്രൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മൂന്നാമത്തെ തലമുറ കച്ചവടം. സാറ് മാസം ശമ്പളം ക്രെഡിറ്റ് ആവണോണ്ടാ സാർ അത് പറയണേ. നാളെ തൊട്ട് ഞാൻ എവിടെ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും സാറേ? നാളെ തൊട്ട് സാറിന് മാസം ക്രെഡിറ്റ് ആവും. നിങ്ങൾക്ക് ഈ 6 ആഴ്ച കോടതി തന്ന സമയത്തുള്ള ഒരാഴ്ചയല്ലേ ചോദിക്കണേ? അത് തരുന്നതിന് എന്നാ സാറേ പ്രശ്നം? സാറേ, ഈ കെട്ടിടത്തിന്റെ അടികളില് എല്ലാവരും താമസക്കാരുണ്ട്. ഞങ്ങളുടെ ഈ കട സീൽ ചെയ്ത് അവർ പെട്രോൾ ഒഴിക്കും. ഞങ്ങൾ ചാനലുകാരോട് പറഞ്ഞത് ഇതിന്റെ അടിയിലൊക്കെ താമസക്കാരുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. ആരെ ഒരു കട സീൽ ചെയ്താൽ അതിന്റെ അകത്തുള്ള പിള്ളേരെ വെച്ച് തീർക്കും. ഞങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പോലീസ് അറസ്റ്റ് ചെയ്ത് പോയി തീ അണയ്ക്കാം. ഇതിന്റെ അടിയിലിരിക്കുന്ന എല്ലാ പെണ്ണുങ്ങളുടെയും പെട്രോൾ ഇരിക്കുക. ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾക്ക് ജീവിച്ചാൽ പറ്റും. ഞങ്ങൾ കത്തിക്കും. ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ചേട്ടൻ കാണിച്ചില്ല. നിങ്ങൾ എല്ലാ കടത്തിന്റെ അടിയിൽ കൂടെ ഒരാൾ മരിച്ചു, ഒരുത്തർ സുഖമില്ലാണ്ട് കിടക്കുക, വയ്യാണ്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് 1 മാസത്തിന്റെ മേളിലായി സീരിയസ് ആയിട്ട്. കടകൾ പൂർണ്ണമായും സീൽ ചെയ്യും. എന്നാൽ ഈ സാധനങ്ങൾ എടുത്തു മാറ്റുന്നതിനുള്ള സാവകാശമുണ്ട്. അത് ഇപ്പോൾ തന്നെ മാറ്റാം. സുജയ, അത്തരം ഒരു സാങ്കേതികമായ മനുഷ്യരല്ലേ, എല്ലാ ആളൊക്കെ ഇറങ്ങി വരുമ്പോ സാറ് കരയും. നാട്ടുകാർ പറയും കോപ്രായം. ജീവിക്കാൻ വേണ്ടി പറയുന്നത് സാറിന് കോപ്രായല്ലേ? ഞങ്ങൾ ഇവിടെ ഉണ്ടായ പൗരന്മാരല്ലേ? സാറ് കരയുമ്പോ നാട്ടുകാർ പറയും ഞങ്ങൾ ഈ പൗരന്മാരെ ഇവിടെ ഉണ്ടായതല്ലേ? ഇവിടെ ചുറ്റി ഇവിടുന്ന് കരടച്ചു, എല്ലാം ചെയ്തു. ചിലപ്പോ തൂങ്ങി മരിക്കുമായിരിക്കും. സാറ് കോപ്രായെന്ന് പറഞ്ഞു. പിന്നെ സാറിന് സുഖമല്ലേ? സാറിന് ശമ്പളം ഉണ്ട്. സാറിന് പറയണൊക്കെ ചെയ്യാം. ഞങ്ങളുടെ വീട്ടിലെ ക്യാൻസർ രോഗികളുണ്ട്. ഇതൊക്കെയായിട്ട് ഞങ്ങളുടെ അമ്മമാരും ഞങ്ങൾ ജീവിക്കാൻ വേണ്ട ആരെയും പറ്റച്ചും തട്ടി ചേർന്നല്ല. ഞങ്ങൾ കക്കാലും പൊച്ചിക്കാലും പോയിട്ടില്ല. ഞങ്ങൾ അതുകൊണ്ട് ഇറക്കുന്ന ഒരു പ്രശ്നമില്ല. അതിനാ ഇല്ലാത്ത കയ്യേറ്റം ഉള്ള കയ്യേറ്റം ഒഴിപ്പിക്കുന്നില്ല. എന്നിട്ട് പിന്നെ ഞങ്ങൾ 3 തലമുറകളായിട്ട് കച്ചവടം. 20 നിലയുള്ള കെട്ടിടങ്ങൾ 5 സ്റ്റാർ സ്റ്റെർലിംഗും മഹേന്ദ്രൻ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് മൂന്നാമത്തെ തലമുറ കച്ചവടം. ഇപ്പൊ അത് നടക്കുന്ന കേട്ടല്ല. അത് 3ാമത്തെ തലമുറയാണ്. സ്ഥലമാണ്. 1969 ഇതെല്ലാം ഇവിടെ കൺവെൻഷൻ. ഇവിടെ റോഡുമില്ല, തോടുമില്ല, റോഡുമില്ല, പുഴയില്ല. ആനേറങ്ങൽ ഡാം അതിനുശേഷം പണകപ്പോ അതിനകത്തുനിന്നുള്ള പുറകിലിറങ്ങി തോട് പുഴയാക്കിയത് ഞങ്ങളാ. പുൽമേടായിട്ട് കിടന്നിടത്ത് മരം വെച്ച് പിടിപ്പിച്ച ഞങ്ങള് കയ്യേറ്റക്കാരായി. വെറും മൊട്ടക്കുന്നായിരുന്നല്ല. ഇവിടെ മരം വെച്ചാൽ വീട് കെട്ടിവെച്ച് ഞങ്ങളുടെ അച്ഛനും അമ്മമാരെല്ലാം വീട് കെട്ടി കട കെട്ടിവെച്ച് കച്ചവടം ചെയ്തിട്ട് രാത്രി വേറെ സ്ഥലത്ത് പോയി താമസിക്കും. രാത്രി വന്ന ആനയും കാട്ടുപോത്തും അത് നശിപ്പിക്കുമായിരുന്നു. അതിനുശേഷം വീണ്ടും വന്നൊരു കുടിൽ കെട്ടിവെച്ച് അങ്ങനെ ഞങ്ങൾ വളർത്തി അവരുടെ അധ്വാനത്തിനകത്തുള്ളതാണ്. ഇത് കയ്യേറ്റമല്ല, ഇത് കുടിയേറ്റം തന്നെയാണ്. ഒരു മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും അവന്റെ അവസാനത്തെ ആഗ്രഹം നോക്കിയല്ലോ കോടതി. ഇത് ഞങ്ങളൊന്ന് കേൾക്കാൻ കോടതി തയ്യാറാവണം.